എന്നിട്ട് അല്ലാഹു പറയുന്നു, ഒരാണിന്റെ ജീവന്റെ പാതിയാണ് പെണ്ണ്, മറ്റൊന്നായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. ഇന്നൻ നിസാഅ ശഖാഇഖുർ റിജാലി, ഒരാണിന്റെ പകുതിയാണ്, പാതിയാണ് അവന്റെ പെണ്ണ്. അവനാൽ സൃഷ്ടിക്കപ്പെട്ടത്, നിന്റെ വാരിയല്ലിനാൽ പടക്കപ്പെട്ടത്. അള്ളാഹു നിനക്ക് വേണ്ടി ദുനിയാവിൽ നിന്റെ ബന്ധങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നത്. അതുകൊണ്ട് പുരുഷൻ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശങ്ങളിൽ ഭൂരിഭാഗവും പെണ്ണിനും ഇസ്ലാം വകവെച്ചു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേരളക്കരയിൽ പോലും അമുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് കയറാൻ പറ്റാത്ത അമ്പലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ പുരോഹിത ദേവാലയങ്ങളുണ്ട്. പല രംഗത്തും വേർതിരിവുകൾ കാണാറുണ്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും ഇന്ന് കേരളക്കരയിൽ പോലും കാണപ്പെടുന്നുണ്ട്. ഓരോരുത്തരും ഗോത്രത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ പരസ്പരം ഭിന്നിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു കൊടുക്കുന്ന കൃത്യമായൊരു നിലപാട്, ആരാധനാ കാര്യങ്ങളിൽ പോലും ആണും പെണ്ണും സമമാമ. ആരാധനാലയങ്ങളിൽ ആണിനും കയറാം, പെണ്ണിനും കയറാം. പിന്നെന്തുകൊണ്ടാ കേരളത്തിലെ ചില പള്ളികളിൽ പെണ്ണുങ്ങളില്ലാത്തത്? അത് പുരോഹിതന്മാരുടെ ചില വഴിവിട്ട ഇസ്ലാമിന്റെ തിരിച്ചറിവില്ലാത്തതിന്റെ കാരണത്തിന്റെ പേരിൽ. കാരണം എക്കാലഘട്ടത്തിലും അന്ധവിശ്വാസം കൊണ്ടും കെട്ടുകഥകളെ കൊണ്ടും മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റിയത് പെണ്ണുങ്ങളെയാ. അതുകൊണ്ടാ ഇന്നും യൂട്യൂബിലൂടെ അറിവിൽ നിലാവിന്റെ ബർക്കത്ത് കൊടുക്കുന്നവന് ടിവിയുടെ താഴെ ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താദിന് ഊതാനുള്ള സൗകര്യം ചെയ്യുന്നത് ആ സഹോദരിയാണെങ്കിൽ, എക്കാലഘട്ടത്തിലും സ്ത്രീകളെ വീട്ടിന്റെ അകത്തടച്ചിടാനും പുരോഗമനം കൊടുക്കാതിരിക്കാനും ശ്രമിച്ചത് ഇസ്ലാമിലുള്ള ചില പുരോഹിതന്മാരുടെ കൃത്യമായ അജണ്ടയായിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ആരാധനാ കാര്യങ്ങളിലും പുരുഷന്മാരുടെ കൂടെ ആ ഇബാദത്തുകൾ നിർവഹിക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിഖ റളിയല്ലാഹു തആല അൻഹ എല്ലാ ഇശാഇനും സുബ്ഹിക്കും ജമാഅത്തിന് മദീനത്തെ പള്ളിയിൽ ഉണ്ടാകും. കുത്തേറ്റു വീണ സമയത്ത് ആദ്യം താങ്ങിയതും ആത്തിഖ റളിയല്ലാഹു തആല അൻഹയാ. അവസാനം മരിക്കുന്ന സെക്കൻഡ് വരെ തന്റെ ഇണയെ മടിയിൽ കിടത്തി പരിപാലിക്കുന്നതും ആ പള്ളിയുടെ മുൻഭാഗത്തെ മണലിലിരിക്കുന്ന ആത്തിഖ റളിയല്ലാഹു തആല അൻഹയാ. മദീന പള്ളിയിൽ വസ്ത്രമുടുത്തിട്ടും തന്റെ പിൻഭാഗത്തിന്റെ തുടമറിയാത്ത ആണുങ്ങൾ ഉണ്ടായിരുന്നു. അവർ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ സഫ് നിൽക്കുന്ന സ്ത്രീകൾക്ക് അത് അലോസരമുണ്ടാക്കി. കാലിന്റെ തുട അവർ കാണാൻ തുടങ്ങി. റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, നബിയെ, മദീന പള്ളിയിൽ ഞങ്ങൾ സുജൂദ് എഴുന്നേൽക്കുമ്പോ കാണുന്നത് സുജൂദ് എഴുന്നേറ്റ് വരുന്ന ആണുങ്ങളുടെ തുടയാ. അള്ളാഹുവിന്റെ റസൂലുള്ള കൽപ്പന കൊടുത്തു, സ്ത്രീകൾ അല്പം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കട്ടെ. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലും പള്ളിയിലുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട മസ്ജിദുൽ നബവി, മസ്ജിദുൽ കഅബ, അതോടൊപ്പം മസ്ജിദുൽ അഖ്സ, ലോകത്ത് പുണ്യമാക്കപ്പെട്ട തീർത്ഥാടനത്തിന് അനുവദിക്കപ്പെട്ട 3 പള്ളിയിലും സ്ത്രീകളുണ്ട്. ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരമാ ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തത്. ജുമുഅക്ക് പങ്കെടുക്കാം, ജമാഅത്തിന് പങ്കെടുക്കാം, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാം, ഗ്രഹണ നമസ്കാരത്തിന് പങ്കെടുക്കാം, മഴയ്ക്കു വേണ്ടിയുള്ള നമസ്കാരത്തിന് പങ്കെടുക്കാം, ഹജ്ജിന് പങ്കെടുക്കാം, ഉംറയിൽ പങ്കെടുക്കാം. എന്തിനേറെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട സഹാബാക്കളിൽ ഭാര്യമാര് ചോദിച്ചു, റസൂലേ, ഞങ്ങൾക്കും യുദ്ധത്തിന്റെ കൂലി വേണ്ടേ? അള്ളാന്റെ ഹബീബ് അനുവാദം കൊടുത്തു, യുദ്ധത്തിനല്ല, യുദ്ധത്തിന് പുറപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്കും കൂടെ പുറപ്പെടാം, നിങ്ങൾക്കും അള്ളാന്റെ കൂലി ഉണ്ടാകും. ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പവിത്രതയാ. മറുഭാഗത്ത് കാണാം, അല്ലാഹു തആല മനുഷ്യരോട്, ആണിനോട് പറഞ്ഞു, നിനക്ക് അല്ലാഹു ദുനിയാവിൽ എന്തൊക്കെയോ വിഭവങ്ങൾ തരും, അനുഗ്രഹങ്ങൾ തരും. ചിലർ കരുതും പണമാണെന്ന് വലുത്, ചിലർ കരുതും സൗകര്യങ്ങളും സമ്പത്തും വലിയ വീടുകളുമാ വലുതെന്ന്, ചിലർ വിചാരിക്കും ആറൊക്കെ ശമ്പളമാ വലുതെന്ന്. പക്ഷേ റബ്ബ് പറയുന്നു, ഖൈറു മതാഅദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ, നിനക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഗ്രഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ നെഞ്ചോട് ചേർന്ന് ജീവിക്കുന്ന നിന്റെ ഭാര്യയെയാ, നിന്റെ പെണ്ണിനെയാ. ഖൈറു മതാഅദ് ദുനിയ, ഈ ദുനിയാവിലെ മറ്റെന്തിനേക്കാൾ. അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏത് കണക്കെടുത്തു നോക്കിയാലും അള്ളാഹു നൽകുന്ന ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ അനുഗ്രഹം അൽ മർഅത്തു സ്വാലിഹ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന നല്ലൊരു പെണ്ണ, നല്ലൊരു ഭാര്യ. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിന്റെ തിരുദൂതൻ ആ കാര്യം ഓർമ്മപ്പെടുത്തി, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, പുരുഷന്മാരെ, നിങ്ങൾ അള്ളാന്റെ മുൻപിൽ നല്ലൊരാണാവണമെങ്കിൽ
നാട്ടിലെ 100 പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പോരാ, ഒരുപാട് കുടുംബക്കാര് നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞാലും പോരാ, നാടൊട്ടുക്കും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പ്രാസംഗികനായാലും പോരാ. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിന്റെ പെണ്ണിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ സ്ത്രീ വിഭാഗത്തോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണം. നിന്റെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ടവളാ. നിന്റെ കുടുംബമുണ്ടാക്കാൻ അള്ള കാണിച്ചു തന്ന നിന്റെ ജീവന്റെ പാതയ. നിന്റെ ജീവിതത്തിൽ ഒരു മകനായിരുന്ന നിന്നെ വാപ്പയാക്കിയത് നിന്റെ പെണ്ണ, നിന്നെ ഒരു ഭർത്താവാക്കിയത് നിന്റെ പെണ്ണ, നിന്നെ ഒരു കുടുംബക്കാരനാക്കിയത് നിന്റെ പെണ്ണ. വാലറ്റ് പോകാതെ ഇന്നും നിന്റെ പരമ്പര ഈ മണ്ണിന്റെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണിനെ കൊണ്ടാ. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഫിന്നിസാ, നീ അള്ളാഹുവിനെ ഭയപ്പെടണം നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ. ആ സ്ത്രീയെ ആദരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടാൻ അവളെ നീ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ പെണ്ണെ നീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല. എന്തിനാ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല, അവൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ. കൊലച്ചു നിൽക്കുന്ന ഒരു വായയെ പഴുത്തു പാകാൻ തുടങ്ങുമ്പോ അതിന് ചാക്കിട്ട് മറയിടുന്നത് ആ കൊലയെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ള ആളുകൾ കണ്ണുവെച്ച് അതിനെ നശിപ്പിക്കാതിരിക്കാൻ, അതിന്റെ നേരെ കൈകൾ നീങ്ങാതിരിക്കാൻ. അതുകൊണ്ട് പെണ്ണെ, നിനക്കണിഞ്ഞൊരുങ്ങാം നിന്റെ ഭർത്താവിന്റെ മുൻപിൽ. കാരണം നിന്റെ കണ്ണെയ്ത്തുകൊണ്ടും നിന്റെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടും അവൻ നിന്നെ ഓർത്തൊന്ന് പുഞ്ചിരിച്ച നിനക്ക് അള്ളാന്റെ കൂലിയ. അതിനു പകരം 100 ആണുങ്ങൾ നിന്നെ നോക്കി ആസ്വദിച്ച നിനക്ക് അള്ളാന്റെ കുറ്റ. ഇതിലെവിടെയാ മനുഷ്യരെ സ്ത്രീന്റെ വ്യതിരക്തത? എവിടെയാ ഇസ്ലാം സ്ത്രീകളെ തളച്ചിടപ്പെട്ടത്? വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും ഇസ്ലാം വിലക്കാനുള്ള കാരണം ആ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനാ. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമാഹാ ദു മഹ്റമിൻ മിൻഹാ. ഒരു പെണ്ണൊറ്റക്കൊരിക്കലും യാത്ര ചെയ്യരുത് അവളുടെ മഹ്റമാരെങ്കിലും കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോ ഏത് പെണ്ണിനെയും ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന അന്നത്തെ ജനതയോട് ആ ചൂഷണമുക്തമായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പറ്റി ആശങ്കാകുലനായ റസൂലുള്ള പഠിപ്പിച്ച വാക്കാണിത്. ഇങ്ങനെ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകും. എങ്കിൽ ഇതൊക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും മീഡിയകൾക്ക് മുൻപിൽ ഇസ്ലാമിലെ സ്ത്രീകളാ കുറ്റവാളികൾ. അവരുടെ ശിരോവസ്ത്രമാ ഭീകരത, അവർ മറച്ചിറങ്ങുന്നതാ ആളുകൾക്ക് കുറ്റം. തുറന്നിടാൻ വേണ്ടി മീഡിയകളും ആധുനികത ലിബറലുകളും മത്സരിച്ചോടുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പെൺമക്കൾ അങ്ങനെ ഇറക്കിയാലേ അതൊക്കെ ഒരു പുരോഗമനമുള്ള വാപ്പാന്റെ ഇമ്മാന്റെ ലക്ഷണാവൂന്ന് ചിന്തിക്കുന്ന വാപ്പാരുമാരുമാണെങ്കിൽ, ഇന്ന് ഈ ചീഞ്ഞളിഞ്ഞ കഥകൾ കേൾക്കുന്നത് സിനിമാ ലോകത്താണെങ്കിൽ നാളെ സ്വന്തം അടുക്കളപ്പുറത്ത് അത് കേൾക്കേണ്ടി വരും. അതുണ്ടാവാതിരിക്കാനാ സ്ത്രീയെ ഇസ്ലാം ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ആ തിരിച്ചറിവാണ് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. ആ തിരിച്ചറിവോടുകൂടി ഇസ്ലാമിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.